സുചേട്ടനായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അവളൊരു ചേട്ടൻ ഫീലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. വ്യക്തമായിട്ട് ഗൈഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ സുധിച്ചേട്ടൻ അതിനകത്തൊരു അലങ്കാരമായിരുന്നു ആക്ച്വലി. പലപ്പോഴും സുധിച്ചേട്ടൻ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് സുധിച്ചേട്ടൻ ആണ് ആ ഷോ, സുധിച്ചേട്ടൻ പോയതിന് ശേഷം ഞങ്ങൾ ആ ഷോ കാണാറില്ല. പക്ഷെ പാസ്റ്റ് അതിന് മുമ്പുള്ള എപ്പിസോഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സുധിച്ചേട്ടനെ പച്ചക്ക് ചീത്ത വിളിച്ച് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിൻ്റെ താഴെ. കാരണം ഇയാൾ എന്തിനാണോ കൊണ്ടിരുത്തുന്നത്, ഇയാൾ എന്തിനാണ് വന്നിരിക്കുന്നത്, ഇയാളൊന്നും മിണ്ടുന്നില്ലല്ലോ. പഴയ മുകേഷിനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് ഇഷ്ടംപോലെ കമൻസ് എപ്പോഴും ഉണ്ട്. സുധിച്ചേട്ടൻ ചില സമയത്ത് ഫ്ലോറിലിരുന്ന് മിണ്ടാതായിട്ടൊരു പോലും ഉണ്ട്. കാര്യം സുധിച്ചേട്ടൻ അടിക്കുന്ന കോമഡി ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ സുധിച്ചേട്ടൻ കോമഡി പറയാനല്ല സുധിച്ചേട്ടൻ അവിടെ കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് റിയാക്ട് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്തോ. എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഒരു കൊമേഡിയൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ. അത്രയും ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള, അത്ര ലീനായിട്ടുള്ള ഒരു കൊമേഡിയൻ. കാരണം ഏത് വേഷവും പുള്ളിയുടെ വേഴ്സിറ്റൈലായിട്ട് നിന്ന് പോകും. എങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു.